ബാർബിക്യൂ നീ ഹെൽപ്പ് ചെയ്യോ? അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ. ഇത് 2 കിലോന്റെ മേലെ ഉണ്ടോ, 2,100 ഉണ്ട്. വലിയ ചിക്കനാണ്. വലിയ ചിക്കൻ അതിന്റെ വലിയ കുറച്ചധികം നേരം ബോയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിത് ഇതിന്റെ സ്കിന്നുണ്ടോ, ഇത് ചൂടുവെള്ളത്തിലിട്ട് തൊലിയൊക്കെ പൊളിച്ച് കടയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നടുവെച്ച് പൊളിച്ചെടുത്തു. കട്ടേ നൈസായിട്ടൊന്ന് മറിഞ്ഞു കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കാൻ നല്ലതാണ്. മതി. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു 6 പീസ് പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 4 പീസ് 5 പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു ടൊമാറ്റോ, ക്യാപ്സിക്കം, മൂസാമ്പി, ഓറഞ്ച് മൂസാമ്പി ഉണ്ടോ, അതേപോലെ തന്നെ മല്ലിയില, പുതിന, രണ്ടും കൂടി മിക്സാണ്. ഹാഫ് വെളുത്തുള്ളി നന്നാക്കി എടുക്കാം. നമുക്ക് ആദ്യം മുളക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിന രണ്ടും കൂടിയാണ്, കുറച്ചുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. മൂസയുടെ കുരു കളഞ്ഞിട്ട് നേരെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. വലിയ ജാറ് തന്നെ വേണമായിരുന്നു. ജാറ് മാറ്റാം, ചെറിയ ജാറായി പോയത്. അപ്പൊ നമ്മൾ അരച്ചിട്ട നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടിനകത്തിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇത് 2 മസാല ഉണ്ട്, പക്ഷെ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ഒരെണ്ണം എടുത്ത് വയ്ക്കുന്നത് പിന്നീട് എപ്പോഴും വെള്ളമിട്ടൊന്നും ഉണ്ടാക്കാം. ക്യൂബ് ഒരെണ്ണം ഒരു ഫുള്ള് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കൊടുക്കുന്നു. കുരൊക്കെ സൈഡിലിട്ടിട്ട് ലാസ്റ്റ് എടുത്ത് കളയാം. കുറച്ച് ജീരകത്തിൻ്റെ, ചെറിയ ജീരകം, നമുക്കത് ജീരക പൗഡർ ഇല്ല, അതിൻ്റെ വലിയ ജീരകം നമുക്ക് പൊടിച്ചിടാം. അപ്പോൾ നമ്മൾ പൊടിച്ച ചെറിയ ജീരകവും അതേപോലെ തന്നെ കുരുമുളകും അതും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഉണ്ടോ കൂടുതലുള്ളത്, ജീരകമൊക്കെ ആ ടേസ്റ്റ് ഉണ്ടായുള്ളൂ. ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ
മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല, ചിക്കൻ്റെ കളറ്, ഇത് കാണിക്ക്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, നല്ല കട്ട തൈര്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ്. 2 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിർത്തിക്കോ. 4 പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ 2 പീസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്, 4 പീസ് ആക്കാന്ന് വെച്ചു. വലിയ ചിക്കൻ അതിന്റെ പേരില്ലേ ഫ്രൈ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം അല്ലേ? കത്തിരി ഇതെടുത്തുണ്ടോ? കട്ട് ചെയ്യണം. കുറച്ച് മണലിട്ട് കൊടുക്കാം. 3/4 ഭാഗം മണലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചരല് ഉള്ളതിൻ്റെ പേരിൽ ചെറിയ ചെറിയ ചീളുകളാണ്. നന്നായിട്ട് കരി കിട്ടും, ചാർപ്പളം കിട്ടും. നമുക്കത് കത്തിച്ചെടുക്കാം. ആദ്യം കുറച്ച് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പൊ നമ്മൾ നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അന്തരീക്ഷം ഒരു തണുത്ത അന്തരീക്ഷം ആയതിന്റെ പേരില് പെട്ടെന്ന് കത്തിപ്പിടിയല്ലേ. അപ്രതീക്ഷിതമായ ഒരു മഴ നമ്മൾ ചതിച്ചു ഗൈസ്. നമ്മളിത് റെഡിയാക്കാൻ വെച്ച സമയം മുതൽ ചെറുതായിട്ട് ചാറ്റൽ മഴ അത് നിൽക്കാതെ പെയ്തോണ്ടിരിക്കുന്നത്. പെയ്യാന്ന് വെച്ചാൽ ഭയങ്കര മഴയല്ല, ചെറുതായിട്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കയറ്റി വെച്ചേക്കണം. അപ്പം നമ്മൾക്ക് വേണ്ട പോലെ കോയിലായിട്ടുണ്ട്, കരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. നമ്മളിത് നന്നായിട്ട് കഴുകി ഇതുമേ കുറച്ച് ഓയിൽ പറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചിക്കൻ ഇത് മൊട്ടി പിടിക്കും ഈ സ്ഥലത്ത് ഗ്രില്ലുമ്മ. അപ്പോൾ ഗ്രില്ലുമ്മ കുറച്ച് ഓയില് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പെറ്റി കൊടുക്കാൻ മതി. പെറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഒട്ടി പിടിക്കും ഇതൊന്ന് ചൂടടിക്കുമ്പോൾ. ഊതുന്ന സാധനം ചെയ്യണം. അപ്പോൾ നല്ല കളർ കിട്ടും. ഞാൻ മറിച്ചിട്ട് തരാം. അപ്പോൾ കുത്തനാണ്, അത് വെച്ചിട്ടാണ് അഭ്യാസം നടത്തുന്നത്. ശരിക്കും ഫാൻ വെച്ച് കൊടുത്താൽ മതി. നമ്മളവിടെ ടേബിൾ ഫാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം.
ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് സാധനം ബ്രഷുമ്മ പറ്റിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് നല്ലത്. നമ്മളതിൽ ബ്രഷ് അതിന് പറ്റിയില്ല, അതിൻ്റെ പേരിൽ ഇടയ്ക്ക് കുറച്ച് ഓയിൽ നല്ല ജ്യൂസി ആയിട്ട് വരണേ. തീ കത്താൻ പാടില്ല. തീ കത്തിണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലാക്ക് ആയി പോകും. നമ്മൾ തീ കത്താതെ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടിയും റെഡി ചെയ്തെടുക്കണം. ഒരു പാത്രം നമുക്ക് ഇറക്കി മാറ്റാം. ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അടുത്തും കൂടി വെക്കണം. അപ്പൊ നമ്മൾ കുറച്ച് ഓയില് പറ്റി കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും മുട്ടി പിടിക്കും. വെച്ചെടുക്കാം. വിടുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് നമുക്ക് എടുക്കാം. മറ്റൊന്ന് എടുക്കും. മറ്റേത് അപ്പോൾ നമുക്ക് തുറക്കാം. ഇത് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ പറ്റിണ്ടെങ്കിൽ ഇത് മുട്ടി പിടിക്കില്ല, എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ ചിലർ എണ്ണ പറ്റാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇത് മുട്ടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. കുറച്ച് എണ്ണ പറ്റിട്ട് വെച്ചിട്ട് ഇത് സ്റ്റീലായതിൻ്റെ പേരിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. മറ്റേ ഇരുമ്പിൻ്റെ ഇടുമ്പോൾ ഇരുമ്പിൻ്റെ ഒരു കറ ഇളകും. ഇതെല്ലാം അടിപൊളി സാധനം. അപ്പം നമുക്ക് വേണ്ടത് പുതിന ചട്നി ബാർബിക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതിനകത്ത് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയും ഉണ്ട്. ഇത് രണ്ടും കൂടി, പിന്നെ ഒരു സബോളയും, ഒരു കഷ്ണം ചെറിയ വാളംപുളി, അതേപോലെ തന്നെ രണ്ട് മൂന്ന് കഷ്ണം ഉണ്ട് പീസ് വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇത് മാറിയിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് അടിച്ചെടുക്കാം. 3-4 ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പം നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചട്നി റെഡി ആയിട്ടുണ്ടോ. നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് ചാറ്റ് മസാലേൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഇട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
ഈ കസര പൊറോട്ട നമുക്കിവിടെ വീട്ടില് പൊറോട്ട അടിക്കാനുള്ള കല്ലില്ലേ, നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കാം അല്ല അവരെ. നീ മാവ് കുഴച്ചല്ലേ തന്നെ? മയോണൈസ് ഒഴിക്കട്ടെ? ചിക്കൻ കാല് വേണോ കൈ വേണോ? നിൽക്കോ? ഏതായാലും കുഴപ്പമില്ല. പ്രിയിക്കോ? ഏതായാലും കുഴപ്പമില്ല. എനിക്ക് കാല് ഇങ്ങോട്ട് പിടിക്കാൻ നോക്ക്. ആ പീസ് മുക്കടാ. എങ്ങനെയുണ്ടായിരുന്നു ബാർബി? സൂപ്പർ ആയിട്ടായിരുന്നാ? പറയടാ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കടയിൽ തന്നെ അടിപൊളിയാണ്. അപ്പൊ ഞങ്ങളെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും കമന്റ് ഇടുക. ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.